ഹായ് ഷഫ്നാജ്. അടി, വെട്ട്, കുത്ത്, കൊല, ടർബോ, മമ്മൂക്കയുടെ 2024 ഏറ്റവും ബിഗ് 100% കംപ്ലീറ്റ് കമേഴ്ഷ്യൽ ഫിലിം വൈശാഖ്, ഡയറക്റ്റഡ് ബൈ വൈശാഖ്. സ്ഥിരം പാറ്റേൺ, വൈശാഖിന്റെ സ്ഥിരം പാറ്റേൺ, വൈശാഖ് എന്ന് പറയുന്ന ഡയറക്ടറുടെ സ്ഥിരം പാറ്റേൺ. ആക്ഷൻ ഇത് കംപ്ലീറ്റ് ആക്ഷൻ. ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം, 73 years ഓൾഡ് നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ ഈ ഒരു വയസ്സിലെ ഈ ഒരു ഫൈറ്റിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സൂപ്പർ. അത് വേറിട്ട ഫൈറ്റിംഗ് എക്സ്പീരിയൻസ് ഒന്നല്ല, സ്ഥിരം മമ്മൂക്കയുടെ സംഭവം തന്നെ. അല്ലാതെ മാറ്റിയും കൊണ്ട് അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുത്തിയും കൊണ്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കമേഴ്ഷ്യൽ മൂവിയാണ്. ഐ തിങ്ക് ഇറ്റ്സ് 100% ഫാൻ ബേസ്ഡ് മൂവി. അല്ലാതെ ഇങ്ങനൊരു പടത്തിന്റെ ആവശ്യമൊന്നും ഇപ്പം അദ്ദേഹത്തിനില്ല. ബിക്കോസ് മമ്മൂക്കയുടെ ഹൈപ്പ് അല്ലെ മമ്മൂക്കയുടെ സ്റ്റേജ് ലെവലൊക്കെ എവിടെയാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ എടുത്ത് മീൻസ് പറഞ്ഞു കൊണ്ടുവരുന്നത് നമ്മൾ കാതിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വാട്ട് എന്താ പറയാ, കാതൽ എന്ന് പറയുന്ന മൂവി ജനങ്ങൾ സ്വീകരിച്ച ഒരു സംഭവം. അത്രയും ഒരു ബെസ്റ്റ് മൂവി മമ്മൂക്ക ചൂസ് ചെയ്തതിൽ നമ്മളെല്ലാവരും അഭിമാനം കൊണ്ടിട്ടുണ്ട്. അത്ര നല്ലൊരു മൂവിയാണ്, ജനങ്ങളിലേക്ക് തുറന്ന് കാണിക്കേണ്ട മൂവിയാണ്. അതുപോലെ തന്നെ കമേഴ്ഷ്യൽ ഫിലിം, ഒരു ബേസ്ഡ് ത്രില്ലർ, കണ്ണൂർ സ്ക്വാഡ്. വാട്ട് എ മൂവി. എക്സ്പെക്ടേഷൻ ഈസ് ലെസ്, എക്സ്പെക്ടേഷൻ കുറച്ച് കൊണ്ടുപോവുക. ടർബോ എന്ന് പറയുമ്പോൾ എന്തോ ഇതിലും മല മറയ്ക്കാനുണ്ട് എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഞാൻ പോയത്. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാം, എന്തോ ഒരു സംഭവം ഇതിൽ മലമറയ്ക്കാൻ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പടം കണ്ടത്. പടം കണ്ടു കഴിഞ്ഞപ്പോൾ എക്സ്പെക്ട് ചെയ്ത എൻ്റെ 20% പോലും എനിക്ക് കിട്ടിയിട്ടില്ല. സ്ഥിരം വേണമെങ്കിൽ പുലിമുരുകൻ എടുത്ത് കണ്ടാൽ മതി, അല്ലെങ്കിൽ മധുരരാജ എടുത്ത് കണ്ടാൽ മതി. സ്ഥിരം മധുരരാജ പാറ്റേൺ. പുലിമുരുകനിൽ ലാസ്റ്റ് കുറച്ച് എന്താ പറയാ, കുറച്ച് ഫൈറ്റേഴ്സ്, മാർഷൽ ആർട്സ് പഠിച്ച കുറച്ച് ഫൈറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. മോഹൻലാൽ മുരുകൻ എന്ന കഥാപാത്രം കീഴ്പ്പെടുത്തി. അതുപോലെ തന്നെ ടർബോ ജോസ് ഫുൾ അടി, തുടങ്ങിയത് മുതൽ അടിയാ. പള്ളിപ്പെരുന്നാൾ എന്തിനാ, എവിടുന്നാ ഒന്നും മനസ്സിലായിട്ടില്ല. അടിയോടടി, സ്ക്രീൻ മൊത്തം അടി. ഇതിങ്ങനെ അടി എന്ന് എടുത്ത് പറയാൻ കാരണം പടത്തിൽ മുഴുവൻ അടിയാണുള്ളത്, അല്ലാതെ വേറെ ഒന്നും തന്നെ ഇതിലില്ല. സ്ഥിരം സ്കാം. അതായത് കംപ്ലീറ്റ്ലി ചെന്നൈ ബേസ്ഡ് ആണ് ഈ ഒരു ഇതിന്റെ ടീം കംപ്ലീറ്റ് പോകുന്നത്. ചെന്നൈയിലൊരു മീൻസ് ഒരു ബിഗ് സ്കാം നടക്കുന്നു, അത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നായകൻ വരുന്നു. ദാറ്റ്സ് ഓൾ. സ്ഥിരം നമ്മൾ വിജയ് സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു രക്ഷകൻ. നമുക്ക് പടം കണ്ടാൽ മനസ്സിലായി, നമുക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറത്താണ് ഇതിൻ്റെ ഒരു തീം പോയിട്ടുള്ളത്. നമുക്ക് എവിടൊക്കെ മിസ്സായതുപോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം വെച്ചാൽ എവിടൊക്കെ ഇത് മിസ്സായിട്ടുണ്ട്, ഇതിന്റെ കണക്ഷനൊക്കെ മിസ്സായിട്ടുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇതിൽ ബാക്കി അഭിനയിച്ചിട്ടുള്ള ബിന്ദു പണിക്കർ എടുത്ത് പറയേണ്ട ഒരു ക്യാരക്ടറാണ്. ബിന്ദു പണിക്കർ നല്ല നൈസായിട്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ബിന്ദു പണിക്കർ ഐ ലൈക്ക് ഇറ്റ്. ഇതിനു മുമ്പ് ബിന്ദു പണിക്കർ മമ്മൂട്ടി റഷാക്ക് എന്നുള്ള സിനിമയിൽ ഒരു വില്ലൻ കഥാപാത്രം ചെയ്തിട്ടുണ്ട്, വളരെ നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഇതാ ടർബോ എന്ന പടത്തിൽ ചെയ്ത അമ്മ വേഷം വളരെ കയ്യടി അർഹിക്കേണ്ട വേഷം തന്നെയാണ്. അതുപോലെ തന്നെ പുതുമുഖ നായികയാണ്. പുതുമുഖ നായികയല്ല, ഇതിനു മുമ്പ് ഫഹദ് ഫാസിലിന്റെ കൂടെ ഉണ്ടായിരുന്നു നായിക. നല്ല രീതിയിൽ തന്നെ നായിക പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ കംപ്ലീറ്റ് സ്ക്രീൻ പ്രസൻസ് കംപ്ലീറ്റ് മമ്മൂക്കയുടെ. അവസാനം കുറച്ച് മാർഷൽ ആർട്സ് ടീംസ് ഒക്കെ വരുന്നുണ്ട്. സ്ഥിരം വൈശാഖ് പാറ്റേൺ. അവരെയൊക്കെ മമ്മൂട്ടി അടിച്ച് പരത്തുന്നു, ടർബോ ജോസ് അടിച്ച് പരത്തുന്നു. ഇവരെയൊക്കെ രക്ഷിച്ചുകൊണ്ട് നാട്ടിലേക്ക് ഒരു ആദ്യം തൊട്ട് ഇടുക്കിയൊക്കെ ആയിരുന്നു. പിന്നെ വന്നിട്ടുള്ളത് ചെന്നൈ, പിന്നെ ഇടുക്കിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. കംപ്ലീറ്റ്ലി 100% കൊമേഴ്ഷ്യൽ ഫിലിം. അല്ലാതെ നമ്മൾ പടം ഇറങ്ങിയ പാടന്നെ ഞാൻ ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പടം തിയേറ്ററിക്കൽ റിവ്യൂസ് കണ്ടപ്പോൾ തന്നെ ആളുകൾ കയ്യും കാലൊക്കെ പൊന്തിച്ച് പറയുന്നിടത്തോളം ഒന്നും ഈ സിനിമ എത്തിയിട്ടില്ല. എത്താൻ മമ്മൂക്ക ചെയ്ത ക്യാരക്ടേഴ്സ് എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊന്നുമല്ല. സോ സാറ്റിസ്ഫൈഡ് ആയവരുണ്ടാവാം, ഡിസാറ്റിസ്ഫൈഡ് ആയവരുണ്ടാവാം. എന്ത് തന്നെ ആയി കഴിഞ്ഞാലും 100% കമേഴ്ഷ്യൽ മൂവി. അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. തീരെ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല സിനിമ. പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പം തലവേദന മാറിയിട്ടില്ല, അടിയും വെറ്റും പോകും തന്നെ. തമിഴ് ഫിലിം കണ്ട ഒരു പ്രസൻസ് ആണ് തിയേറ്ററിൽ കിട്ടിയത്.
ഓക്കെ. വിഷ്വൽസ് ഒക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആക്ഷൻ സീക്വൻസ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അതേപോലെ സിനിമാറ്റോഗ്രാഫി കംപ്ലീറ്റ് ഓക്കെ. പക്ഷേ സോൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട് സിനിമയുടെ സോൾ അത് വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ.